വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചാലോ അത് കഴിഞ്ഞതിന് ശേഷം ഏതൊക്കെ തരത്തിലുള്ള സ്കോപ്പുകളുണ്ട് നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. നമുക്കറിയാം, ഹോസ്പിറ്റൽ എന്ന മേഖല, ഹെൽത്ത് കെയർ എന്ന മേഖല ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ഈ വളരുവാനുള്ള സാഹചര്യത്തെ നമുക്കൊന്ന് ആദ്യം വീക്ഷിക്കാം. സോ നമ്മൾ ആദ്യം നിൽക്കുന്ന നമ്മുടെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കൺട്രിയിലാണ്. സോ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള രാജ്യങ്ങൾ അനുസരിച്ച് അവിടെ പോപ്പുലേഷൻസ് കൂടുന്നതനുസരിച്ച് നമ്മൾ നമ്മുടെ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ആൻഡ് റിസോഴ്സ് ആർ ലിമിറ്റഡ് എന്നാണ്. നമ്മുടെ ആവശ്യങ്ങൾ കൂടുതലാണ്, പക്ഷെ നമുക്ക് പരിമിതമായിട്ടുള്ള കാര്യങ്ങളാണ്. സോ അത്ര ഘട്ടത്തിൽ നമ്മൾ ഈ ഹോസ്പിറ്റൽ മേഖല, ഒരു ഹോസ്പിറ്റൽ തുറങ്ങുമ്പോൾ മറ്റൊരു ഹോസ്പിറ്റൽ പുതുതായി ആരംഭിക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. സോ ഒരു പോപ്പുലേഷൻ എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതൊരു ഈ സ്കോപ്പിൻ്റെ ഭാഗമായിട്ട് വരാൻ കാരണം, പോപ്പുലേഷൻ വർദ്ധിക്കുന്നത് കൊണ്ട് ആണ് നമ്മൾ എന്താക്കുക, നമുക്കുടെ ആവശ്യങ്ങൾ, റിസോഴ്സസ് നമുക്ക് ലിമിറ്റഡ് ആണ്. നമ്മൾ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ആണ്. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റായിട്ട്. രണ്ടാമത് ഇതിൽ നമുക്ക് പറയാൻ സാഹചര്യം കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ദ ഹോസ്പിറ്റൽ. സോ നമുക്കറിയാം, ഇപ്പോഴത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ നമുക്ക് നോക്കുമ്പോൾ എല്ലാ സ്ഥലത്തും വിച്ച് ഹോസ്പിറ്റൽ പ്രൊവൈഡ് ഗുഡ് ഹെൽത്ത് സർവീസ്, ഏത് ഹോസ്പിറ്റലാണോ ഒരു നല്ല സർവീസ് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന, ഡിപ്പെൻഡ്സ് ഓൺ ദ പേഷ്യൻസ് ആൻഡ് കസ്റ്റമർ വിസിറ്റ്. അതിനനുസരിച്ചാണ് ഒരു കസ്റ്റമറും പേഷ്യൻസും അവരെ വിസിറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം അതിലെല്ലാ ഘടകവും വരും. അത് സ്റ്റാഫ് ബിഹേവ് മുതൽ അവിടെ കിട്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ, ഫാസിലിറ്റി, അണ്ടിൽ ഡിസ്ചാർജ്, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അവർ ഇറങ്ങി സ്റ്റെപ്പ് വെച്ചതിന് മുതൽ സ്റ്റെപ്പ് ഇറങ്ങുന്ന വരെയുള്ള എല്ലാ ഫെസിലിറ്റി നോക്കിയിട്ടായിരിക്കും ഒരു ഹോസ്പിറ്റലിനെ ഓരോ പേഷ്യൻസ്. ഇപ്പോൾ നമ്മൾ പല ആൾക്കാരും പല തരത്തിലുള്ള ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? കാരണം എന്താണ്, അത് ഓരോ ആൾക്കാർക്കും ഓരോ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസിൻ്റെ ആണ്. സോ അങ്ങനെ ബെസ്റ്റ് സർവീസ്, ബെസ്റ്റ് ക്വാളിറ്റി ഓഫ് സർവീസ് ഏതാണോ കൊടുക്കുന്നത്, സോ അതാണ് ദ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ദ ഹോസ്പിറ്റൽ. സോ നമുക്കെന്താണ്, അതനുസരിച്ച് നമ്മുടെ ഹോസ്പിറ്റൽ മേഖല ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സോ അത് ഓരോ അവസരങ്ങൾ നമ്മൾ ഒരു പർട്ടിക്കുലറായിട്ട് നമ്മൾ ഒരു ഡിസ്ട്രിക്റ്റിലോ ഒരു സ്റ്റേറ്റിലോ ഒരു രാജ്യത്തോ അല്ല, നമുക്ക് ഈ മേഖലയിൽ തന്നെ എല്ലാ ലോകമെമ്പാടുമുള്ള സ്ഥലത്ത് ഈ ഹോസ്പിറ്റൽ മേഖല വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ്സ് എ ബിഗ് സ്കോപ്പ് ഫോർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം അത് വലിയൊരു സ്കോപ്പുള്ള കാര്യമാണ്. ദെൻ കം ടു ദ മേജർ തേർഡ് പോയിന്റ്, മൂന്നാമത്തെ, ദ ലൈഫ് സ്റ്റൈൽ ഓഫ് ഹ്യൂമൻ ബീങ്. നമ്മൾ ഫസ്റ്റ് സെഞ്ചുറിയിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യം നമുക്കറിയാം, നമ്മൾ പഴയ രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളല്ല. സോ ലൈഫ് സ്റ്റൈൽ നമ്മൾ ടോട്ടൽ മാറി. ദ മോസ്റ്റ് ഓഫ് ദ ടൈം സ്പെൻഡിങ് ഇൻ സോഷ്യൽ മീഡിയ, വി ആർ ജസ്റ്റ് എൻഗേജ് ഹാറ്റ് ഹാവിങ് ഫുഡ് ഓൺ ദ റെസ്റ്റോറൻറ്റ് ആൻഡ് അതർ തിങ്. മറ്റുള്ള നമ്മൾ വീട്ടിൽ നിന്ന് സ്പെൻഡ് ചെയ്യുന്ന സമയത്താൽ കൂടുതൽ നമ്മൾ എന്താണ്, പുറമെയാണ് കൂടുതൽ ആൾക്കാർ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഈ ഒരു ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, പഴയ രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ ചേഞ്ച് ആവും. ലൈഫ് സ്റ്റൈൽ മാറുന്നത് കൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് ഉണ്ടാകുന്ന രോഗങ്ങളിലും പല മാറ്റങ്ങൾ. പണ്ടുള്ള പോലെ നിങ്ങൾ കണക്കെടുത്ത് നോക്കുകയാണ്, ആസ് പെർ WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ആൾക്കാർ, രോഗികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. സോ അത് ഡിപ്പെൻഡ്സ് ഓൺ ദെയർ ലൈഫ് സ്റ്റൈൽ. അവിടെ ലൈഫ് സ്റ്റൈൽ കാരണം കൃത്യമായി നമുക്ക് വ്യായാമമോ ശരിയായ രീതിയിൽ ഭക്ഷണക്രമമോ ശരിയായ രീതിയിൽ ഭക്ഷണ രീതിയോ അല്ല നമ്മൾ പഴയവരെ നോക്കുമ്പോൾ. പഴയ കാലത്തെ ജനങ്ങളെ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അവർ ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ചുള്ള കൃത്യമായ വ്യായാമങ്ങൾ, എക്സസൈസുകൾ, മറ്റുള്ള കാര്യങ്ങൾ, എൻഗേജ്മെൻ്റ് ഒക്കെ ഉണ്ട്. പ്ലസ് ദ പീപ്പിൾ ഹൂ ലിവിങ് ദ കറൻറ്റ് ജനറേഷൻ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചുള്ള ഒന്നിനും ടൈമില്ലാത്തതിനും. സോ ഈ ഒരു ലൈഫ് സ്റ്റൈലും ഈ ഒരു കാര്യങ്ങൾക്ക് നമ്മുടെ സ്കോപ്പിനെ കാണും. സോ ഇറ്റ് മീൻസ് രോഗികൾ വർദ്ധിച്ചനുസരിച്ച് എന്താകും, ഹോസ്പിറ്റൽ മേഖല ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കും. ഈ ഒരു 3 രീതിയാണ് മെയിൻ ആയിട്ടുള്ളത്. സോ ഇതിനെക്കുറിച്ച് സ്കോപ്പിൻ്റെ അടിസ്ഥാനം നോക്കുക. ആദ്യത്തെ നമുക്ക് ഡൊമസ്റ്റിക് ലെവലിലെ സ്കോപ്പിനെ കുറിച്ച് ആദ്യമായിട്ട് സംസാരിക്കാം. ഡൊമസ്റ്റിക് ലെവൽ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ കോഴ്സ് കഴിച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ മേഖലയെ സംബന്ധിച്ചോളം നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എല്ലാ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻവോൾവ് ചെയ്യുന്നവർ ജോലി ലഭിക്കാൻ സുരക്ഷിതമാണ്. ഒരു മെഡിക്കൽ മേഖലയിൽ നിങ്ങളൊരു ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ മെഡിക്കലി ക്വാളിഫൈഡ് ആയിരിക്കണം. മെഡിക്കൽ ത്രൂ എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതേപോലെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളുണ്ടാവും. സോ നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങളൊരു ബേസിക് വെച്ചതിന് ശേഷം ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ കോഴ്സിൻ്റെ കൂടെ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും A to Z എല്ലാ ഡീറ്റെയിൽസും അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് ദ പ്രാക്ടിക്കൽ ആൻഡ് എവരിത്തിങ്. സോ ആ സ്കോപ്പ് കൊണ്ട് നിങ്ങൾക്ക് നാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് എല്ലാ രേഖകളും, ഒരു ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ നമുക്കറിയാം ഏകദേശം കേരളത്തിൽ തന്നെ എത്രത്തോളം ഹോസ്പിറ്റലുണ്ട്, ആ ഹോസ്പിറ്റലിലൊക്കെ നിങ്ങൾക്ക് ജോലി സാധ്യതയുണ്ട്. സോ നമ്മൾ അതിൻ്റെ അണ്ടർ കാറ്റഗറീസ് വെച്ചാൽ നമുക്കറിയാം മെഡിക്കൽ സെൻറ്റേഴ്സ്,
മെഡിക്കൽ സെൻ്ററുകൾസും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എടുത്തവരെ സംബന്ധിച്ചോളം അവർക്ക് മെഡിക്കൽ സെൻ്ററിൽ ജോബ് സാധ്യത ഏറ്റവും കൂടുതലാണ്. നോട്ട് ഓൺലി ഫോർ മൾട്ടി സ്പെഷ്യാലിറ്റി ഓർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, മെഡിക്കൽ സെൻ്ററിൽ അവർക്ക് ജോലി സാധ്യത കൂടുതലാണ്. സോ അതാണ് ഒരു ഡൊമസ്റ്റിക് പർപ്പസിൽ നമ്മൾ സ്കോപ്പിനെ സൂചിപ്പിക്കുന്നത്. നമുക്കിനി ചോദിക്കാം, നമ്മുടെ അല്ലാണ്ട് തന്നെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിത്ത് എന്ന് പറയുമ്പോൾ ബിസിനസ് മാനേജ്മെൻറ്റ് രീതിയിലാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത് വാണിജ്യപരമായിട്ട്. സോ ഈ ഒരു ഹോസ്പിറ്റാലിറ്റി, ആതിഥ്യ മര്യാദ എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ഒരു മേഖല നിങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ്, റിസോർട്ട്സ്, സ്റ്റാർ ഹോട്ടൽസ്, എയർലൈൻ മേഖല എന്നിവയിലൊക്കെ ജോലി സാധ്യതയുണ്ട്. സോ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ 2 രീതിയിൽ കിട്ടുകയെന്ന് വിചാരിച്ചോ, ഒരു ഫ്രണ്ട് ഓഫീസ് എയർലൈൻസിലോ ഒരു ഹോസ്പിറ്റലായിട്ടിലോ. യു ക്യാൻ അപ്ലൈ ബോത്ത് ഓഫ് ദിം ഇഫ് യു ഹാവ് ദ ക്വാളിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ബിക്കോസ് അവർ നോക്കുക, അവർ പെർട്ടിക്കുലറായിട്ട് ഹോസ്പിറ്റൽ എന്ന മേഖലയല്ല, ബിക്കോസ് യു സ്റ്റഡി ഇൻ ആസ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ രീതിയിലാണ് താങ്കൾ ഈ കോഴ്സ് പഠിച്ചത്. സോ എന്താണ്, അവർ ഹോസ്പിറ്റാലിറ്റി ആ ഒരു വാക്ക് അവിടെ നോക്കും. ഹോസ്പിറ്റാലിറ്റി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആതിഥ്യ മര്യാദ, ഹൗ ടു ഹാൻഡിൽ ദ കസ്റ്റമേഴ്സ്, ഹൗ ടു ബിഹേവ് ദ പേഷ്യൻസ്, ഹൗ ടു ഡീൽ വിത്ത് ദോസ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് അവർ നോക്കുക. സോ ആ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ മൾട്ടിനാഷണൽ കമ്പനികൾ, ഓർഗനൈസേഴ്സ്, റിസോർട്ട്സ്, എയർലൈൻസ് മേഖലയൊക്കെ ജോലി സാധ്യതയുണ്ട്. സോ ഒരു അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞാൽ നോട്ട് ഓൺലി യു get opportunity in hospital, you can get opportunity in every that private sector. When you look out to overseas, വിദേശ രാജ്യങ്ങൾ പോലെ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള തന്നെ മിഡിൽ ഈസ്റ്റ്, GCC മിഡിൽ ഈസ്റ്റ് കൺട്രികൾ നോക്കാം. സോ ഏറ്റവും കൂടുതൽ ആരോഗ്യപരമായിട്ട് മുന്നേറുന്ന ഒരു മിഡിൽ ഈസ്റ്റ് കൺട്രികളായ UAE, കുവൈത്ത്, സൗദി, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളൊക്കെ. സോ നമ്മളിൽ ഏറ്റവും നല്ലൊരു നമ്മൾ പല ആൾക്കാർ ഫാമിലി ത്രൂ എല്ലാം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അവിടുത്തെ ഒരു ആരോഗ്യ മേഖല എന്ന് പറയുന്നത് വെച്ചാൽ അവിടുത്തെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അവിടുത്തെ ജനങ്ങൾക്ക് അവിടുത്തെ ക്രൈറ്റീരിയ അനുസരിച്ച് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, അല്ലേ, അത് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. സോ അതനുസരിച്ച് അവർക്ക് ക്വാളിറ്റീസ് ഓഫ് സ്റ്റാഫ്സ്, മെൻഷൻ ദാറ്റ് വേർഡ്, ക്വാളിറ്റി ഓഫ് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങും ടാലൻറ്റും കിട്ടിയ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ്സ് വരും. ഇൻക്ലൂഡിങ് കമ്പ്യൂട്ടർ നോളജ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഹാൻഡിലിംഗ് സ്കിൽ, എല്ലാ കാര്യങ്ങളും ഉള്ളത്. സോ അവർ ഓൺ ദ ബേസിസ് അവരുടെ നാഷണാലിറ്റീൻ്റെ കൂടെ നമ്മൾ പോലുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ നോക്കുന്നത്. സോ ആ ക്വാളിറ്റി ഓഫ് സ്കിൽസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പറഞ്ഞത് 6 മിഡിൽ ഈസ്റ്റ് കൺട്രികളിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, ജോലി സാധ്യതയല്ല. ദെൻ യു കം ടു UK ഓർ അനദർ കൺട്രീസ്, മറ്റുള്ള രാജ്യങ്ങൾ. സോ നമുക്കറിയാം ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് സിസ്റ്റം, IELTS പോലെ എക്സാമിനേഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ വിദേശത്ത് ജോലി നോക്കുന്നവരാണെങ്കിൽ ഈ ഒരു കോഴ്സ് കൂടെ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ നിങ്ങൾക്ക് ജോലി സാധ്യതയുണ്ട്. സോ ഇറ്റ്സ് ഓവറോൾ ബി എ ഗുഡ് ഫ്യൂച്ചർ ഇൻ യുവർ, ബിക്കോസ് ഈ ഒരു കോഴ്സ് ഞാൻ മെൻഷൻ ചെയ്ത പോലെ എല്ലാ തരത്തിലും നിങ്ങൾക്കൊരു, കാരണം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള സ്കില്ലും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാലും സ്കില്ലോട് കൂടി തന്നെയാണ് നിങ്ങൾക്ക് ഈ കോഴ്സ് ചെയ്യുന്നത്. സോ ഇതാണ് ഒരു ഓവറോൾ ഇതിനെക്കുറിച്ചുള്ള സ്കോപ്പ്, പ്രതീക്ഷ എന്നുള്ളത്. ഈ സ്കോപ്പും അനുസരിച്ച് പല ആൾക്കാരും ഇത് പഠിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് ഓവറോൾ ദ സ്കോപ്പ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ.